Bye bye Nepal. ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു സങ്കടകരമായൊരു ദിവസമാണ്. കാരണം ഇന്നാണ് ഞങ്ങൾ നേപ്പാൾ ടു കേരള തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനാണ് ഭയങ്കര സങ്കടം. കാരണം ഇനിയിപ്പോൾ അവർ കേരളയ്ക്ക് വന്നാൽ തിരിച്ചു വരുന്നത് ഇനിയിപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതിൻ്റേതായൊരു സങ്കടമുണ്ട് അവർക്ക്. എനിക്കാണെങ്കിൽ ഇവിടെ വിട്ട് പോകണ ഒരു സങ്കടമുണ്ട്. പ്ലസ് എൻ്റെ വീട്ടിലാണല്ലോ ഇനിയിപ്പോൾ അമ്മയും അച്ഛനും കാണാൻ ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് എല്ലാ ബെഡും, കാരണം ഇവിടെ ഞാൻ എപ്പോഴും കിടക്കാറ് ബെഡ്ഷീറ്റൊക്കെ മടക്കിയ ശേഷം ഞാൻ എപ്പോഴും ചെയ്യണത് 2 ഡോർ നോക്കും. ഈ ഡോറിൽ എനിക്ക് ഏത് ഡോറാണ് ഇഷ്ടം ആ ഡോർ കൂടെ ഇറങ്ങിയ ശേഷം നേരെ എൻ്റെ കാഴ്ച എന്ന് പറയുന്നത് മലകളായിരിക്കും. മല, മേഘം, ആകാശമൊക്കെ നോക്കിയിട്ടൊരു രാവിലെ തന്നെ ഇത് നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര മൈൻഡ് നല്ല റിലാക്സിങ് ആയിട്ടൊരു പീസ്ഫുൾ എന്ന് പറയില്ല, ഒരു സമാധാനം. അപ്പോൾ ആ ഒരു മൈൻഡ് ഒരു ഫ്രഷ് ആവും രാവിലെ തന്നെ എണീച്ചിങ്ങനെ നോക്കുമ്പോൾ. അതിനുശേഷം കിച്ചണിൽ നല്ല മണവും നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് നേരെ പോയി നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മൈജു ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ ട്രെയിനിൻ്റെ ഒന്നും ഇഷ്ടാവില്ല പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീച്ചിട്ട് ഞങ്ങൾക്ക് മൊക്കായി. ഇനി നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാമായിരുന്നു. പോപ്കോൺ ആണെങ്കിൽ നല്ല പൊട്ടി വന്നിട്ടുണ്ടല്ലോ, മീൻസ് ഒരു എന്താ പറയുക കോളിഫ്ലവർ പോലെ വിടർന്ന് വന്നിട്ട് കണ്ടില്ലേ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പോപ്കോൺ ഉണ്ടാക്കുക. മീൻസ് ഓയിലൊന്നും ഇടില്ല, ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ സമയം ഏകദേശം 6:45 7 മണിക്കായി. അപ്പോൾ മൈജു പറഞ്ഞു വേഗം ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് പോപ്കോൺ കഴിക്കുക, എന്നിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഫ്രഷ് ആയ ശേഷം വന്ന് മൊക്കയൊക്കെ ഇങ്ങനെ കഴിക്കായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി 10:30 10:45 11 മണി ആ റേഞ്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത ശേഷം ഇറങ്ങുന്ന മുമ്പായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടു. ആ ദിവസം നോക്കി ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയന്മാരും കൂടിയിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങളിരിക്കണ അവിടെ നിന്ന് വണ്ടി വരാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും ചേർന്നിട്ട് ആ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കൂടെ യുവരാജും ഉണ്ട്. യുവരാജ് ഞാനും ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ടാക്സി വന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടാക്സിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും യാത്രയായി. ആക്ച്വലി ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും നേപ്പാളിനെ. ഞാൻ ഏകദേശം 2 മാസം നേപ്പാളിൽ ഇരുന്നു. അപ്പോൾ ഈ 2 മാസത്തിന് ഞാൻ പുറത്ത് എങ്ങും പോയിട്ടില്ല. ഓൺലി ഞാൻ ഫാമിലി മെമ്പേഴ്സ് കൂടെ തന്നെയാണ് സമയം സ്പെൻഡ് ചെയ്തത്. നിഷക്കുട്ടി, വലിയച്ഛൻ, വലിയമ്മ, മാമൻ, മൈജു, അതുപോലെ തന്നെ ചേച്ചി, അവരോട് തന്നെയായിരുന്നു ടൈം പകുതി അവിടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പല സാധനങ്ങളും കിട്ടില്ല, പക്ഷെ ഇവിടെ ഒന്നും കിട്ടില്ല. പക്ഷെ കിട്ടുന്ന ചെറിയൊരു സാധനമാണെങ്കിലും ആ സാധനത്തിൽ നമ്മൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, ഇനി ആ സാധനം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ ഹാർഡ് വർക്കിങ് ഞാൻ ചെയ്യാം. കുട്ടി മുതൽ മുതിർന്നവർ ചെയ്യുന്ന ഹാർഡ് വർക്കിങ്, അതുപോലെ സർവിങ്, അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ നേപ്പാളിൽ വന്ന് പഠിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. അത് കൂടെ തന്നെ എനിക്ക് ഞാൻ പോകണമല്ലോ എന്നൊരു സങ്കടമുണ്ട്. എങ്ങനെ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിട്ടോ. എന്താ ഞാൻ നെക്സ്റ്റ് ഇയർ വരാൻ ട്രൈ ചെയ്യാൻ നേപ്പാളിൽ വീണ്ടും. ഓക്കെ, അപ്പം ഞങ്ങളങ്ങനെ ടാക്സിയിൽ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിനില്ല, ഞങ്ങൾക്ക് മാറി ട്രെയിനിൽ പോകണമായിരുന്നു. ഞങ്ങളെല്ലാവരും കൃഷ്ണഗർ ടു ലക്നൗ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. ഒരാൾക്ക് ബസ് ചാർജ് 356 രൂപ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓക്കെ ആണോ നോക്കണം, എല്ലാവരും മീൻസ് എല്ലാവരും എത്തിയോ എന്നൊക്കെ നോക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബസ് ചാർജ് കൊടുത്ത ശേഷം ഞാൻ ഇങ്ങനെ കടലൊക്കെ കഴിക്കാൻ വേണ്ടി കടലൊക്കെ എടുത്ത് ഇങ്ങനെ പൊളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ യുവരാജുണ്ട്. യുവരാജ് പറയും എനിക്ക് വേണം. നമ്മുടെ റിയാക്ഷൻ നോക്കി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളൊരു 3 മണിക്കൂർ ട്രാവൽ ചെയ്ത ശേഷം ഒരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ചെറുതൊരു സ്നാക്സ് വാങ്ങിച്ചോളൂ. കാരണം അറിയാലോ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടാവുമെന്ന്. അത് കാരണം ഞാൻ സ്നാക്സ് മാത്രം വാങ്ങിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ലക്നൗ എത്തിയിട്ടോ. ലക്നൗ എത്തിയിട്ട് അവിടെ കുറച്ച് ട്രാജഡി ആയിരുന്നു, കുറച്ച് സീനൊക്കെ ആയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് വീണ്ടും ആഗ്രയ്ക്ക് ബസ് കയറിയിട്ടോ. ഭയങ്കര ഒരു ശോകമായ ദിവസം, ട്രാജഡി ആയ ദിവസം എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ലക്നൗ ടു ആഗ്രയ്ക്ക് ബസ് കയറി. ഏകദേശം 522 രൂപയാണ് കേട്ടോ ലക്നൗ ടു ആഗ്രയിൽ പോലുള്ള ചാർജ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫേസ് ഉണ്ടല്ലോ, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ നിന്ന് അങ്ങനെ ടിക്കറ്റ് പോയി, ഞങ്ങളുടെ പൈസ പോയി.
അതിന് കുറച്ച് എന്താ പറയുക ട്രാജഡി നടന്ന കാരണം ഞങ്ങൾ കുറച്ച് വിഷമമൊക്കെ ആയിട്ട് അടുത്തുള്ള മാമന്മാരുടെ ഫേസൊക്കെ കണ്ടില്ലേ ഭയങ്കര സങ്കടമൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ആഗ്രയ്ക്ക് എത്തി. ആഗ്ര എത്തി ഞങ്ങൾക്ക് താജ്മഹലൊന്നും കാണാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊരു ദിവസമായിരുന്നു ആ ദിവസം ഞങ്ങൾക്ക്. ഞങ്ങൾ വീണ്ടും ആഗ്രയിൽ പോയി മീൻസ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് മീൻസ് ആഗ്ര ടു ട്രിവാൻഡ്രം ആണ്, കേരള എക്സ്പ്രസ് ആണ് കേട്ടോ ട്രെയിന്. അപ്പോൾ ഞങ്ങൾക്ക് നേരിട്ടെങ്കിലും എന്താ പറയുക താജ്മഹൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഒരു താജ്മഹൽ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര കോമഡി സീനായിരുന്നു ആ നിമിഷം. കാരണം അത്രയും ദൂരത്ത് വന്നിട്ട് നമുക്ക് എന്താ പറയുക ഇത്രയൊക്കെ സംഭവിച്ചല്ലോ എന്ന് മൈൻഡിലുണ്ട് കേട്ടോ. ചേട്ടാ ഞാൻ വേറൊരു ദിവസം ഇടാതെ എങ്ങനെ സംഭവിച്ചത് എന്താ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ താജ്മഹൽ കണ്ട് ആസ്വദിച്ച ശേഷം വീണ്ടും ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്പർ എവിടെയാണോ അവിടെ നിന്ന് നടന്നു പോകാം കേട്ടോ. സമയം ഏകദേശം രാത്രിയായി. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ട്രെയിനിൻ്റെ ടൈം എന്ന് പറയുന്നത് 10:50 കേട്ടോ. കേരള എക്സ്പ്രസ് ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അറിയാലോ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു 3 ദിവസം പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് തന്നെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ ഫോണൊക്കെ പുറത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ആര് എങ്ങനെ എവിടെ നിന്ന് അടിച്ചു മാറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഫോൺ ഉള്ളതായിട്ടേ ഞാൻ ആർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 ദിവസം ആ ഒരു തിരക്കിലിരുന്ന കാരണം ഒരു കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തുമ്പോൾ ഏകദേശം നോർത്ത് എല്ലാവരും ഇറങ്ങിട്ടോ. അതിനുശേഷം ട്രെയിൻ കുറച്ച് എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു ആശ്വാസം, മൈൻഡൊക്കെ റിലാക്സ് ആയ ഒരു ഫീലായി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വീട് എത്താറാകുമ്പോൾ നമ്മൾ ബോർഡറൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഓക്കെ എൻ്റെ വീട് എത്താറായി എന്നൊരു ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തോന്നിയിട്ടോ. 2 മാസങ്ങൾക്ക് ശേഷം കാണുകയല്ലേ. മീൻസ് നമ്മൾ എവിടെ പോയാലും അവസാനം ചുറ്റി നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ ഒരു ഏരിയയിലെത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു സമാധാനം, ഒരു സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആ ഒരു ഫീലായത്. അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലെത്തി. ആക്ച്വലി ഞാൻ മാത്രമാണ് കേട്ടോ പാലക്കാട് ഇറങ്ങിയത്. കാരണം എൻ്റെ മാമരും എൻ്റെ ബ്രദർ എല്ലാവരും അവർക്ക് എറണാകുളം സൈഡുള്ള ടീംസാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് എറണാകുളം പോയി. ഞാൻ പാലക്കാട് ഇറങ്ങിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കണം. ഓക്കെ ഞാൻ എല്ലാം കാഴ്ചകൾ നോക്കണം. ഓക്കെ ഫൈനലി വീടെത്താറായി എന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതിനിടയിൽ കുറേ ട്രാജഡിയൊക്കെ നടന്നു. അതൊന്നും ആ സമയത്ത് തോന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു. ഫൈനലി ഞാൻ വീടെത്താറായി. അപ്പോൾ എന്തായിരുന്നു എൻ്റെ കുട്ടി വ്ളോഗ്. ആക്ച്വലി കുറേ ഡീറ്റെയിൽസ് പറയണമെന്നൊക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് വേറൊരു ദിവസം വ്ളോഗ് ഇടാം. ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. ടാറ്റാ ബൈ ബൈ ആൻഡ് ഐ ലവ് യു ആൾ.